അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. അൽഹംദുലില്ലാ, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅല ആലിഹി വസഹ്ബിഹി അജ്മഈൻ. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സത്യാന്വേഷികളെ, ലോക മുസ്ലിമീങ്ങൾ പള്ളികളിലും ഈദ്ഗാഹുകളിലുമായി ഇന്ന് പെരുന്നാൾ ആഘോഷിക്കുകയാണ്. ഒരു മാസക്കാലഘട്ടത്തെ കഠിനവ്രതത്തിന് ശേഷം നോമ്പിൻ്റെ ആത്മീയ ചൈതന്യവുമായി ആബാലവൃദ്ധം ജനങ്ങളും ഇന്ന് ഈദ്ഗാഹുകളിൽ സമ്മേളിക്കുകയാണ്. അധരങ്ങളിൽ സൃഷ്ടാവിനെക്കുറിച്ചുള്ള ഏകത്വ പ്രകീർത്തനങ്ങളുമായി പെരുന്നാൾ ആഘോഷിക്കുമ്പോൾ എന്താണ് ഇസ്ലാമിൻ്റെ പെരുന്നാൾ ആഘോഷം? ആഘോഷം എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്നത് കൊട്ടും കുരവയും ആട്ടവും ചാട്ടവും, അതേപോലെ പാട്ടും സംഗീതവും നൃത്തകൃത്യങ്ങളും ആനയും അമ്പാരിയും തുടങ്ങിയ വലിയ വർണ്ണശബളമായ ആഘോഷങ്ങളെക്കുറിച്ചുള്ള ഓർമ്മകളും കാഴ്ചകളുമാണ്. പടക്കം പൊട്ടിച്ചും വലിയ വലിയ ശബ്ദത്തോടു കൂടിയുള്ള കതിനമുഴക്കിയും ആഘോഷങ്ങൾ സംഘടിപ്പിക്കപ്പെടുമ്പോൾ ആണും പെണ്ണും ഇടകലർന്ന് മദ്യവും തിന്മകളും ലഹരി വസ്തുക്കളും വ്യാപകമായി പിന്നീട് കോടിക്കണക്കിന് രൂപയുടെ മദ്യം ഒഴുകുന്ന തരത്തിലുള്ള ആഘോഷങ്ങൾക്കാണ് നമ്മുടെ നാട് പലപ്പോഴും സാക്ഷികളാവാറുള്ളത്. എന്നാൽ ഇസ്ലാമിൻ്റെ ആഘോഷം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇസ്ലാം അനുവദിച്ചു നൽകിയ, ദൈവികമായി നമുക്ക് അനുവദിച്ചു കിട്ടിയ രണ്ട് ആഘോഷങ്ങളാണ്. ഒന്ന് ബലിപെരുന്നാളും മറ്റൊന്ന് ഈദുൽ ഫിത്തർ എന്നറിയപ്പെടുന്ന ചെറിയ പെരുന്നാളും. പെരുന്നാളിനോടനുബന്ധിച്ച് നോമ്പ് കാലം കഴിഞ്ഞ് ഈദുൽ ഫിത്തർ ആഘോഷിക്കുമ്പോൾ മുസ്ലിം സമൂഹം പെരുന്നാൾ ആഘോഷത്തിന് വേണ്ടി പ്രത്യേകമായി നല്ല വൃത്തിയായി കുളിക്കുകയും നല്ല പുത്തൻ ഉടുപ്പിട്ട് പുത്തൻ വസ്ത്രങ്ങൾ ധരിച്ച് അത്തറ് പൂശി പരിമളം പൂശി ഈദ്ഗാഹുകളിലേക്ക് ആരാധനയ്ക്ക് വേണ്ടി അവർ പുറപ്പെട്ടു പോകും. അവരുടെ ചുണ്ടുകളിൽ അവരെ പടച്ചു പോറ്റുന്ന സൃഷ്ടാവിനെക്കുറിച്ചുള്ള അവദാനങ്ങളും അവൻ്റെ സ്തുതികീർത്തനങ്ങളുമാണ് മുഴങ്ങിക്കേൾക്കുക. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ, അല്ലാഹുവാണ് ഏറ്റവും വലിയവൻ. ഈ അഖിലാണ്ട മണ്ഡലങ്ങളെയും അണിയിച്ചൊരുക്കി അതിനുള്ളിൽ ആനന്ദ ദീപം കൊളുത്തി പരമാണു മുതൽ ജ്യോതിർഗോളങ്ങളെ വരെ പടച്ചു പോറ്റി പരിപാലിച്ച് സംരക്ഷിച്ച് നിയന്ത്രിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവാണ് ഏറ്റവും വലിയവൻ. അവൻ ഏകനാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ. ഏകനായ ആ സൃഷ്ടാവ് മാത്രമാണ് ആരാധനക്കർഹൻ. അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. ആ അല്ലാഹുവാണ് സകല സ്തുതികീർത്തനങ്ങൾക്കും അർഹൻ. പറവകളെയും ഉറുമ്പുകളെയും പ്രാണികളെയും മൃഗങ്ങളെയും സസ്യലതാദികളെയും മനുഷ്യനെയും ജിന്നിനെയും മലക്കിനെയും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടാവാണ്. എല്ലാവരാലും സ്തുതികീർത്തനങ്ങൾക്ക് അർഹതപ്പെട്ടവൻ എന്ന ആശയമാണ് യഥാർത്ഥത്തിൽ അവരുടെ ചുണ്ടുകൾ മൊഴിയുന്നത്. അങ്ങനെ തൻ്റെ സൃഷ്ടാവിനെക്കുറിച്ച് പ്രകീർത്തനം നടത്തണമെന്നും ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വലിതുകബ്ബിറുല്ലാഹ അലാ മാ ഹദാക്കും. നിങ്ങൾക്ക് നോമ്പ് കാലത്തിലൂടെ നേർമാർഗത്തിലേക്ക് വഴി കാണിച്ചു തന്നതിനാൽ, നിങ്ങൾക്ക് നോമ്പനുഷ്ഠിച്ചുകൊണ്ട് നിങ്ങളെ തന്നെ സംസ്കരിച്ചെടുക്കാനുള്ള അവസരം ഒരുക്കി തന്നതിനാൽ, ഏറ്റവും നല്ല ഒരു മനുഷ്യൻ്റെ രൂപീകരണം നോമ്പ് കാലത്തുകൂടെ നിങ്ങൾക്ക് നേടിക്കിട്ടിയതിനാൽ, കരചരണങ്ങളൊതുക്കി മനോഗതിയും കർണപുടങ്ങളും നിയന്ത്രിച്ച് നാവടക്കി വായടച്ച് പ്രപഞ്ച സൃഷ്ടാവിൻ്റെ പ്രീതിക്ക് വേണ്ടി നോമ്പ് നോറ്റതിനാൽ, പട്ടിണി കിടന്നതിനാൽ, ഇനി നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സന്തോഷത്തോടുകൂടി പെരുന്നാൾ ആഘോഷിക്കുകയും നിങ്ങളുടെ ഈ അനുഗ്രഹം ചൊരിഞ്ഞു തന്ന സൃഷ്ടാവിനെ പ്രകീർത്തിക്കുകയും ചെയ്യുക എന്നതാണ് അവിടെ നാം കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അധരങ്ങളിൽ ഈ പ്രകീർത്തനങ്ങളുമായാണ് ഈദ്ഗാഹുകളിൽ അവർ എത്തിച്ചേരുന്നത്. അവിടെ അടിമയും രാജാവുമുണ്ട്. ആ ഈദ്ഗാഹുകളിൽ പണക്കാരനും പണിക്കാരനുമുണ്ട്. പട്ടണക്കാരനും പട്ടിണിക്കാരനും സ്വദേശിയും വിദേശിയും സമൂഹശ്രേണിയിൽ ഉന്നത നിലവാരത്തിലുള്ളവനും താഴെ തട്ടിലുള്ളവൻ എന്നറിയപ്പെടുന്നവനും എല്ലാവരും ഒരുമിച്ചു ചേരുന്ന ഈദ്ഗാഹ്. ഒരു അടിമയുടെ കാലിൻ്റെ ചുവട്ടിൽ രാജാവ് സുജൂദ് ചെയ്യുന്ന പെരുന്നാൾ നമസ്കാരം. സമത്വത്തിൻ്റെയും
സമസൃഷ്ടി സ്നേഹത്തിൻ്റെയും മഹിതമായ സന്ദേശം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മുസ്ലിമീങ്ങൾ പെരുന്നാൾ ആഘോഷിക്കുക. അവിടെ വെച്ച് അവർ അള്ളാഹുവിനെ സ്മരിച്ചുകൊണ്ട്, പ്രപഞ്ച സൃഷ്ടാവിനെ സ്തുതിച്ചുകൊണ്ട് 2 റക്അത്ത് നമസ്കരിക്കുന്നു. തുടർന്ന് അവർക്ക് വേണ്ടി ഒരു ഉത്ബോധനം സംഘടിപ്പിക്കപ്പെടുന്നു. ആ ഉത്ബോധനത്തിൽ മനുഷ്യ സൗഹാർദ്ദത്തിൻ്റെ ഉന്നതമായ കാഴ്ചപ്പാടുകൾ, മനുഷ്യാവകാശത്തിൻ്റെ ഉയർന്ന നിലപാടുകൾ പഠിപ്പിച്ചു നൽകുന്നു എന്നതാണ് ആബാലവൃതം വിശ്വാസികൾക്കും ഈദ്ഗാഹുകളിൽ എത്തിച്ചേരുമ്പോൾ ലഭിക്കുന്ന പെരുന്നാൾ സന്ദേശം. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മനുഷ്യാവകാശത്തിൻ്റെ കൽപ്പനയായി പുറപ്പെടുവിച്ച വചനങ്ങൾ അവിടെ വെച്ച് വിശ്വാസികൾ കേൾക്കും. ലാ ഫളല ലി അറബിയിൻ അല അജമിയിൻ വലാ ലി അബിയല്ല അല അസ്വദ ഫളലുൻ ഇല്ലാ ബിത്തഖ്വ. കറുത്തവന് വെളുത്തവനേക്കാളോ അതല്ലെങ്കിൽ അറബിക്ക് അനറബിയേക്കാളോ യാതൊരു തരത്തിലുമുള്ള ശ്രേഷ്ഠതയുമില്ല. മറിച്ച് ഓരോരുത്തരുടെയും ദൈവഭക്തിയാണ് ഓരോരുത്തരെയും ഉന്നതരാക്കുന്നതും ആദരണീയരാക്കുന്നതും എന്ന മഹിതമായ സന്ദേശമാണ് അവിടെ വെച്ച് നൽകപ്പെടുന്നത്. സമൂഹത്തിലെ മുഴുവൻ മനുഷ്യർക്കുമുള്ള അവരുടെ കടമകളും കടപ്പാടുകളും അവകാശങ്ങളും അത് നൽകുവാനുള്ള ആഹ്വാനങ്ങൾ പെരുന്നാൾ മിമ്പറുകളിലെ, പെരുന്നാൾ സദസ്സുകളിലെ, പെരുന്നാൾ ഖുത്ബകളിലെ മഹിതമായ സന്ദേശങ്ങളാണ്. എല്ലാ മതക്കാരും ഒരുമിച്ചു താമസിക്കുന്ന നാട്ടിൽ പരസ്പരം സ്നേഹത്തോടെയും ഐക്യത്തോടെയും മനുഷ്യ സൗഹാർദ്ദത്തോടുകൂടി ജീവിക്കണം എന്ന് അവിടെ വെച്ച് ഉദ്ഘോഷിപ്പിക്കപ്പെടുന്നു. മാത്രവുമല്ല, നമ്മുടെ വീടുകളിൽ അന്ന് വിശേഷപ്പെട്ട ഭക്ഷണം ഒരുക്കും. അവിടെ അന്നേ ദിവസം ആരും പട്ടിണി കിടക്കാതിരിക്കാൻ ഇസ്ലാം ഫിത്ർ സക്കാത്ത് എന്ന ഒരു മഹിതമായ നിർബന്ധ ബാധ്യതയെ അവരോട് കൽപ്പിക്കുകയുണ്ടായി. ഖദ് അഫ്ലഹ മൻ തസക്ക, ഫിത്ർ സക്കാത്ത് നൽകിയവൻ വിജയിച്ചിരിക്കുന്നു. എന്നിട്ട് വദക്കറസ്മ റബ്ബിഹി ഫസൊല്ല, തൻ്റെ റബ്ബിനെ സ്മരിച്ചുകൊണ്ടും സ്തുതിച്ചുകൊണ്ടും ഓർത്തുകൊണ്ടും അവൻ നമസ്കരിക്കുകയും ചെയ്യണം എന്നതാണ്. ആത്മസംസ്കരണത്തോടൊപ്പം ആത്മസംസ്കരണത്തിന് വേണ്ടി ഫിത്ർ സക്കാത്ത് നൽകുവാനും, അങ്ങനെ എല്ലാ വീട്ടിലെയും എല്ലാ അംഗങ്ങളും നിർബന്ധ ദാനമെന്നുള്ള നിലക്ക് ആ നാട്ടിലെ മുഖ്യ ആഹാരം അത് ഒരുമിച്ച് ശേഖരിക്കപ്പെടുകയും എന്നിട്ട് ആ നാട്ടിലെ മുഴുവൻ പാവപ്പെട്ടവർക്കും അത് വിതരണം ചെയ്യപ്പെടുകയും അങ്ങനെ പെരുന്നാളിൻ്റെ സുദിനത്തിൽ ആരും പട്ടിണി കിടക്കാത്തൊരവസ്ഥയും സാഹചര്യവും അനുകൂലമാക്കുകയും ചെയ്യുന്നു. അത് പെരുന്നാൾ നമസ്കാരത്തിന് മുമ്പ് തന്നെ ഈ ഫിത്ർ സക്കാത്ത് അർഹതപ്പെട്ട ആളുകളിലേക്ക് എത്തിക്കണം എന്ന് ഗൗരവപൂർവ്വം നിഷ്കർഷിച്ചിട്ടുള്ള മതമാണ് ഇസ്ലാം. മാത്രവുമല്ല, ഉരുവിനെ അറുത്ത് അന്നേ ദിവസം എല്ലാ വീട്ടിലും നല്ല വിശേഷപ്പെട്ട ഭക്ഷണമുണ്ടാകും. ആ ഭക്ഷണത്തിലേക്ക് കക്ഷിരാഷ്ട്രീയ മതജാതി ഭേദമന്യേ മനുഷ്യരായി പിറന്ന തൻ്റെ സൗഹാർദ്ദത്തിലും തൻ്റെ പരിചയത്തിലും തൻ്റെ അയൽപ്പക്കത്തുമൊക്കെയുള്ള എല്ലാ ആളുകളെയും വിളിച്ചു ചേർത്ത് അവർക്ക് വേണ്ടി വിശിഷ്ടമായ ഭക്ഷണം കൊടുത്ത് സൗഹാർദ്ദത്തിൻ്റെ പുതിയ അധ്യായം തുന്നിച്ചേർക്കുന്ന അത്ഭുതകരമായ ആഘോഷത്തിൻ്റെ പേരാണ് ഇസ്ലാമിൽ പെരുന്നാൾ എന്ന് പറയുന്നത്. ആ ഉത്ബോധനത്തോടുകൂടി പിന്നീട് ദാനധർമ്മങ്ങൾ നിർവഹിച്ച് അതിനുമപ്പുറത്ത് തൻ്റെ അറ്റുകൊണ്ടിരിക്കുന്ന കുടുംബ ബന്ധങ്ങളെ വിളക്കിച്ചേർത്ത് അകന്നുകൊണ്ടിരിക്കുന്ന ബന്ധങ്ങളെ തുന്നിച്ചേർത്ത് അവരെ സന്ദർശിച്ച് അവരോടൊപ്പം സുഖദുഃഖങ്ങൾ പങ്കുവെച്ച് ആ പെരുന്നാൾ ദിവസത്തെ ആഘോഷിക്കണമെന്നാണ് ഇസ്ലാം നിഷ്കർഷിച്ചിട്ടുള്ളത്. മദ്യവും മദിരാശിയും ഉപയോഗിച്ച് അതിൻ്റെ ആസ്വാദനങ്ങളിലൂടെ ആ ദിവസത്തെ മുഴുവൻ ഒരു മാസക്കാലഘട്ടത്തെ വ്രതാനുഷ്ഠാനത്തിൻ്റെ ആത്മീയ ചൈതന്യത്തെ നശിപ്പിച്ച് കളയുന്ന തരത്തിലുള്ള പെരുന്നാൾ ആഘോഷം ഇസ്ലാം അനുവദിച്ച് തന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ സിനിമാ തിയേറ്ററുകളിലേക്ക് ഒഴുകുക, അതല്ലെങ്കിൽ തൻ്റെ ഏതെങ്കിലും പെൺസുഹൃത്തിനെ പോയി കാണാൻ, എന്നിട്ട് അവിടെ ചെന്ന് അനാവശ്യമായ ബന്ധങ്ങളിൽ ഏർപ്പെടാൻ, കാമുകന്മാർക്ക് പരസ്പരം കാണാനും വൃത്തികേടുകളിൽ ഏർപ്പെടാനുമുള്ള ഒരു ആഘോഷമായിട്ടല്ല ഇസ്ലാം പെരുന്നാളിനെ പഠിപ്പിച്ചു തന്നത്. മറിച്ച് പ്രത്യേകിച്ച് അയൽവാസികളെ, നാട്ടുകാരെ, കുടുംബങ്ങളെ, അകന്ന ബന്ധുക്കളെ എല്ലാവരെയും പരസ്പരം സന്ദർശിക്കുവാനും അവരുടെ വീടുകളിലേക്ക് എത്താനും അവിടെ നിന്ന് എന്തെങ്കിലും ഒന്ന് ഇഷ്ടത്തോടുകൂടി കഴിക്കാനും അങ്ങനെ ആ സൗഹാർദ്ദത്തെയും സ്നേഹത്തെയും ഊട്ടിയുറപ്പിക്കുവാൻ വിശേഷപ്പെട്ട് കൽപ്പിക്കപ്പെട്ട ആഘോഷമാണ് ഇസ്ലാമിൽ പെരുന്നാൾ എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ അനുവദനീയമായ വിനോദങ്ങളിൽ മുസ്ലിമീങ്ങൾക്ക് ഏർപ്പെടാവുന്നതാണ്. ഒരിക്കൽ മദീനയിൽ വെച്ച് ഒരു കളി സംഘടിപ്പിക്കപ്പെടുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, ഇതെന്ത് കളിയാണ്? ഇത് ജാഹിലിയ കാലം, ഡാർക്ക് ഏജ് യുഗത്തിൽ തന്നെ അജ്ഞതയുടെ കാലത്ത് ഞങ്ങൾ കളിച്ചിരുന്ന ഒരു കളിയാണ് പ്രവാചകരെ എന്ന് പറഞ്ഞപ്പോൾ, നിങ്ങൾക്ക്
പെരുന്നാൾ എന്ന് പറയുന്ന രണ്ട് ആഘോഷങ്ങൾ, ഈദുൽ ഫിത്തറും ഈദുൽ അദ്ഹായും അനുഗ്രഹിച്ചരുളി നൽകിയിട്ടില്ലേ? ആ ദിവസത്തിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കളികൾ അവിടെ സംഘടിപ്പിച്ചുകൂടെ എന്ന് നബി തങ്ങൾ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം പെരുന്നാൾ സുദിനങ്ങളിൽ ആരോഗ്യത്തിന് ഗുണകരമായ, ബുദ്ധിക്ക് വികാസവും വളർച്ചയും ഉണ്ടാക്കുന്ന തരത്തിലുള്ള വിനോദങ്ങളിൽ ഏർപ്പെടുന്നത് അത് പ്രശംസിക്കപ്പെട്ട കാര്യമാണ് എന്നും അത്തരം വിനോദങ്ങൾ സംഘടിപ്പിച്ചും ഈ പെരുന്നാളിനെ ആരോഗ്യപരമായി ആഘോഷിക്കാം എന്നും ഇസ്ലാം നമ്മളെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടൊക്കെ തന്നെ ഇത്തരം ആഘോഷങ്ങൾ നമ്മുടെ മുമ്പിൽ നമുക്ക് ലഭിക്കുമ്പോൾ അതിൻ്റെ കൃത്യമായ ഇസ്ലാമിക ചിട്ടാവട്ടങ്ങൾ പാലിക്കാൻ നമുക്കെല്ലാവർക്കും കടമയും കടപ്പാടുമുണ്ട്. അതോടൊപ്പം നമ്മുടെ സുഹൃത്തുക്കളെ നമ്മുടെ വീടകങ്ങളിലേക്ക് നമുക്ക് ക്ഷണിക്കാൻ കഴിയണം. അവർക്ക് ഭക്ഷണം നൽകാനും അങ്ങനെ അവർക്കിടയിലുള്ള ആത്മബന്ധത്തെയും നിഷ്കപടവും നിർലോഭവുമായ സ്നേഹത്തെയും ഊട്ടിയുറപ്പിക്കുവാനും സാധ്യമാവേണ്ടതുണ്ട്. തിന്മയുടെ ഒരു പരിക്കും ഇസ്ലാമികമായ ആഘോഷത്തിന് ഇല്ലാത്തതാണ്. മാത്രവുമല്ല, ഒരു വീട്ടിലെ മുഴുവൻ അംഗങ്ങളും ഈ ആഘോഷത്തിൽ ഭാഗവാക്കാവേണ്ടതുണ്ട്. അശുദ്ധിയുള്ള സഹോദരിമാർ വരെ പെരുന്നാൾ ഖുത്ബയ്ക്ക് വേണ്ടി ഈദ്ഗാഹുകളിൽ സമ്മേളിക്കണമെന്നും ആ വീട്ടിലെ എല്ലാവരും, കന്യകമാരും അതേപോലെ വൃദ്ധരും അംഗപരിമിതരെയും എല്ലാവരെയും, നമ്മുടെ വീടുകളിൽ, നമ്മുടെ കുടുംബങ്ങളിൽ, നമ്മുടെ അയൽപ്പക്കങ്ങളിൽ കാഴ്ച പരിമിതരുണ്ടെങ്കിൽ അവരെയും, അംഗപരിമിതരുണ്ടെങ്കിൽ അവരെയും, അങ്ങനെ ഈ സന്തോഷങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്ന വീട്ടിൻ്റെ 4 ചുമരുകൾക്കുള്ളിൽ തളച്ചിടപ്പെട്ട എല്ലാവരെയും ഈ ഈദ്ഗാഹുകളിലേക്ക് കൊണ്ടുവന്ന് പെരുന്നാൾ ഖുത്ബയ്ക്ക് അവർ സാക്ഷികളായി, പെരുന്നാൾ നമസ്കാരത്തിന് സാക്ഷികളായി, അങ്ങനെ ഈ ആഘോഷത്തിൻ്റെ നിറവിലും പൊലിമയിലും ഈ സന്തോഷത്തിൻ്റെ സുദിനത്തെ ആചരിക്കുകയും ആഘോഷിക്കുകയും ചെയ്യണം എന്ന് ഇസ്ലാം കൃത്യമായി നിഷ്കർഷിക്കുകയാണ്. ഈ സൗഹാർദ്ദത്തിൻ്റെ, സമത്വചിന്തയുടെ, സ്നേഹത്തിൻ്റെ, ഒരുമയുടെ വലിയ സന്ദേശമാണ് ലോകത്തോട് മുസ്ലിം സമുദായം നിർവഹിക്കുന്ന ഈ ആഘോഷത്തിലൂടെ പകർന്നു നൽകാനുള്ളത്. അന്ന് അക്രമങ്ങളില്ല, അന്ന് അശാന്തിയില്ല, പരസ്പരം സ്നേഹം മാത്രം. ഒരു വഴിക്ക് പുറപ്പെട്ടവർ തിരിച്ചു പോരേണ്ടത് മറ്റൊരു വഴിക്കാണ് എന്ന് എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്? അത് നാട്ടുകാരെ, അയൽവാസികളെ കാണാനാണ്. പരസ്പരം കാണുമ്പോൾ അവർ തമ്മിൽ ആശ്ലേഷിക്കുകയും സൗഹാർദ്ദ സംഭാഷണങ്ങളിൽ ഏർപ്പെടുകയും അങ്ങനെ ഹസ്തദാനം നൽകുകയും മധുരം കൈമാറുകയും ഇങ്ങനെ കുട്ടികളും സ്ത്രീകളും പുരുഷന്മാരും ആബാലവൃദ്ധം ജനങ്ങളും സന്തോഷത്തോടുകൂടി ആഘോഷിക്കുന്ന നിറവിലുള്ള സൗഹാർദ്ദവും സ്നേഹവും ഒരുമിച്ച് ചേരുന്ന ഒരു ആഘോഷമാണ് ഇസ്ലാമിലെ പെരുന്നാൾ. അത്തരമൊരു പെരുന്നാളിൻ്റെ എല്ലാവിധ ആനുകൂല്യങ്ങളും അതിൻ്റെ ഗുണങ്ങളും നമുക്കും ലഭിക്കട്ടെ. നമ്മളെല്ലാവരും ഇതിനോടൊപ്പം ചേർന്ന് ദൈവികമായ ഈ ആഘോഷത്തിൻ്റെ മഹത്വം തിരിച്ചറിയാൻ നമുക്ക് കഴിയണം. കള്ളിനും തിന്മകൾക്കും അപ്പുറത്ത് സ്നേഹവും ആത്മീയതയും ഒന്നുചേരുന്ന പെരുന്നാൾ ആഘോഷം നമുക്കെല്ലാവർക്കും ഇന്നിൻ്റെ സുദിനം കളറാക്കാം. അള്ളാഹു നമ്മെ എല്ലാവരെയും എല്ലാ നന്മക്കും ഉദവിയേറ്റി അനുഗ്രഹിക്കുമാറാവട്ടെ. ലോകത്ത് അശാന്തിയിലും അസ്വസ്ഥതയിലും ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട്. നോമ്പിൻ്റെ കാലത്തും പെരുന്നാളിൻ്റെ സുദിനങ്ങളിലും മുസ്ലിം സമൂഹത്തെ വേട്ടയാടാനും ഉപദ്രവിക്കാനും തക്കം പാർത്തിരിക്കുന്ന സയനിസ്റ്റുകളുണ്ട്. അവരുടെ എല്ലാവരുടെയും അവർ വിതക്കുന്ന അശാന്തിയിൽ നിന്ന് അള്ളാഹു നമ്മെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാവട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.